ഓക്കെ, അപ്പൊ ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് കൺവല്യൂഷണൽ എൻകോഡിംഗ് ഓഫ് കൺവല്യൂഷണൽ കോഡ് യൂസിങ് ടൈം ഡൊമൈൻ അപ്രോച്ച് ആണ്. അപ്പൊ അത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. അതിന് ഫസ്റ്റ് ടൈം ഡൊമൈൻ അപ്രോച്ച് രണ്ട് രീതിയിൽ ചെയ്യാം. അതിന് ആദ്യത്തെ മെത്തേഡ് നമ്മൾ പറഞ്ഞു കൺവല്യൂഷൻ. നമുക്കറിയാം കൺവല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? ടൈം ഡൊമൈനിൽ ചെയ്യുന്നതിനെയാണ് കൺവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൺവല്യൂഷൻ വെച്ചിട്ട് നമ്മളൊരു ഇക്വേഷൻ വെച്ച് കണ്ടുപിടിച്ചു. ആ ഇക്വേഷൻ സോൾവ് ചെയ്ത് നമുക്ക് ഓരോ ഔട്ട്പുട്ടിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള 8 ബിറ്റ് കിട്ടി. ഓരോ ഔട്ട്പുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 8 ബിറ്റ് എന്ന് വെച്ചാൽ മൊത്തം ഒരു ഔട്ട്പുട്ടിന്റെ, ഇതാണ് ഔട്ട്പുട്ട് എങ്കിൽ ആദ്യത്തെ ഔട്ട്പുട്ട് ഇതാണെങ്കിൽ ഇവിടെ എത്ര ബിറ്റ്, ആദ്യത്തെ ഔട്ട്പുട്ട് എത്ര ബിറ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ മൊത്തത്തിലുള്ള ബിറ്റിന്റെ എണ്ണം എന്ന് വെച്ചാൽ ഇൻപുട്ട് മെസ്സേജിന്റെ ലെങ്ത് അത് എല്ലായിരിക്കും. ക്യാപിറ്റൽ എല്ലാണല്ലോ ഇൻപുട്ട് മെസ്സേജിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ആ ലെങ്ത് പ്ലസ് ഈ ഫ്ലിപ്പ് ടോപ്പിൽ അല്ലെങ്കിൽ ഷിഫ്റ്റ് രജിസ്റ്ററിലുള്ള 3 എണ്ണം കൂടെ, ഇവിടെ 3 ഷിഫ്റ്റ് രജിസ്റ്റർ ആയതുകൊണ്ട് പ്ലസ് 3. നമുക്ക് വേണമെങ്കിൽ ജനറൽ ഇക്വേഷൻ ആകുമ്പോൾ L+M എന്ന് പറയാം. അപ്പം മേലെന്ന് നമുക്ക് L+M ഔട്ട്പുട്ട് കിട്ടും. അതായത് C1 the whole raised to 1, C2 the whole raised to 1, C3 the whole raised to 1 etc. up to C8 the whole raised to 1 കിട്ടും. സിമിലർലി C1 the whole raised to 2, ഈ മേലത്തെ റൈസ് ടു 2 എന്ന് വെച്ചാൽ ഔട്ട്പുട്ടിന്റെ എണ്ണമാണ് സൂചിപ്പിക്കുന്നത്. C2 the whole raised to 2, C3 the whole raised to 2 etc. up to C8 the whole raised to 2. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ 8 ബിറ്റ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന മേലത്തെ ഇൻപുട്ടും താഴത്തെ ഇൻപുട്ടും. മേല് 1 എന്ന് വെച്ചാൽ ഫസ്റ്റ് ഔട്ട്പുട്ട് എന്ന് സൂചിപ്പിക്കുന്നത്, റൈസ് ടു 1 എന്ന് വെച്ചാൽ ഫസ്റ്റ് ഔട്ട്പുട്ടും റൈസ് ടു 2 എന്ന് വെച്ചാൽ സെക്കൻഡ് ഔട്ട്പുട്ടിനെ സൂചിപ്പിക്കുന്നതാണ്. അവസാനം ട്രാൻസ്മിറ്റ് ചെയ്യാൻ നേരത്തെ കമ്പ്യൂട്ടേറ്റർ എന്ന് വെച്ചാൽ ഒരു വൈബ്രേറ്റർ പോലെ ആക്ട് ചെയ്യും, നമുക്ക് അങ്ങനെ പറയാം. അതായത് ഫസ്റ്റ് ബിറ്റ് മേലത്തതും ഫസ്റ്റ് ബിറ്റ് താഴത്തതും ആയിരിക്കും ആദ്യം ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ സെക്കൻഡ് ബിറ്റ് വരുമ്പോൾ കമ്പ്യൂട്ടേറ്റർ നേരെ വീണ്ടും സെക്കൻഡ് ബിറ്റ് ഓഫ് ഫസ്റ്റ് ഔട്ട്പുട്ട് ആൻഡ് സെക്കൻഡ് ബിറ്റ് ഓഫ് ഈ രീതിയിൽ സെക്കൻഡ് ബിറ്റ് ഓഫ് ഫസ്റ്റ്, പിന്നെ സെക്കൻഡ് ബിറ്റ് ഓഫ് സെക്കൻഡ്, വീണ്ടും തേർഡ് ബിറ്റ് ഓഫ് ഫസ്റ്റ്, തേർഡ് ബിറ്റ് ഓഫ് സെക്കൻഡ്. ആ രീതിയിൽ ഒരു വൈബ്രേറ്റിംഗ് മോഡിലായിരിക്കും കമ്പ്യൂട്ടേറ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പോ രണ്ടിനെ നമുക്ക് സെപ്പറേറ്റ് കണ്ടുപിടിക്കാൻ സാധിച്ചു. ആ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് കണ്ടുപിടിക്കാൻ സാധിച്ചത്. ആ ഇക്വേഷൻ ഓർക്കാനുള്ള ടെക്നിക്കൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് ആ ഇക്വേഷൻ വെച്ചിട്ട് എല്ലിന്റെ എല്ലിന് 1 കൊടുക്കുമ്പോൾ C1 കിട്ടും. അങ്ങനെ 8 വരെ നമുക്ക് കിട്ടി. അതേപോലെ താഴത്തതിനും കിട്ടി, താഴത്തെ ഔട്ട്പുട്ടിനും കിട്ടി. കമ്പ്യൂട്ടേറ്റർ മേലത്തതും താഴത്തതും മാറി മാറി അയക്കുന്നതുകൊണ്ട് നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടും? ഫസ്റ്റ് ഔട്ട്പുട്ടിൽ നിന്ന് കിട്ടുന്ന ബിറ്റ്സ് ഇതും സെക്കൻഡ് ഔട്ട്പുട്ടിൽ നിന്ന് കിട്ടുന്ന ബിറ്റ്സ് ഇതാണെങ്കിൽ നമ്മൾ എൻകോഡ് ചെയ്ത് അയക്കുമ്പോൾ ആദ്യത്തത് ഓഫ് ഫസ്റ്റ്, ആദ്യത്തത് ഓഫ് സെക്കൻഡ്, രണ്ടാമത്തത് ഓഫ് ഫസ്റ്റ്, രണ്ടാമത്തത് ഓഫ് സെക്കൻഡ്, മൂന്നാമത്തത് ഓഫ് ഫസ്റ്റ്, മൂന്നാമത്തത് ഓഫ് സെക്കൻഡ്. ആ രീതിയിലായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. സോ ദിസ് വിൽ ബി ദി എൻകോഡർ ഔട്ട്പുട്ട്. ഇതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് മെത്തേഡ് ഓഫ് ടൈം ഡൊമൈൻ അപ്രോച്ച്. സെക്കൻഡ് മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, അല്ലെങ്കിൽ മെട്രിക്സ് മെത്തേഡാണ്. ഒരു ജനറേറ്റർ മെട്രിക്സ് അവിടെ ഫോം ചെയ്യും, D into G. നേരത്തെ പഠിച്ചോ, C is equal to ഔട്ട്പുട്ട്, C is equal to അല്ലെങ്കിൽ കോഡ് വേർഡ് C is equal to D into G. അത് തന്നെയാണ് അവിടെ നമ്മളെ സാധാരണ മെട്രിക്സ് തന്നെയാണ്. പിന്നെ നമുക്ക് ഇവിടെ ഉള്ളൊരു ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് ആലോചിച്ചാൽ ജനറേറ്റർ മെട്രിക്സ് എങ്ങനെ ഫോം ചെയ്യും എന്നുള്ളത് മാത്രമേ സംശയമുള്ളൂ. ജനറേറ്റർ മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം D മെസ്സേജും ജനറേറ്റർ മെട്രിക്സിന്റെ കമ്പോണന്റ് ആണ് ജിയിൽ വരുന്നത്. ആ ജനറേറ്റർ മെട്രിക്സ് എങ്ങനെ ഫോം ചെയ്യുമെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മെത്തേഡ് വളരെ സിമ്പിൾ ആണ്, അല്ലേ? ജനറേറ്റർ മെട്രിക്സ് എങ്ങനെ ഫോം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ മെത്തേഡ് നമുക്ക് വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഓക്കെ. അപ്പൊ ജനറേറ്റർ മെട്രിക്സിൽ ഇപ്പോ ഇത് നോക്കാം. G1 റൈസ് ടു 1. ഈ റൈസ് ടു 1 എന്ന് വെച്ചാൽ ഏത് ഔട്ട്പുട്ടിനെ കാണിക്കാനെന്നുള്ളതാണ് നമുക്കറിയാം. ഈ G1 എന്ന് വെച്ചാൽ ജനറേറ്റർ സീക്വൻസ് ആണ്. ജനറേറ്റർ സീക്വൻസ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്തു. അപ്പൊ സംശയമുള്ളവർ നോക്കുക, ഞാൻ ക്വിക്കായിട്ടേ പറയാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ജനറേറ്റർ സീക്വൻസ് എങ്ങനെ ഫോം ചെയ്യും എന്നുള്ളത് നമ്മൾ പഠിച്ചു, ഓരോ ഔട്ട്പുട്ടും ഇൻപുട്ടും. ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ ക്വിക്കായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ജനറേറ്റർ സീക്വൻസ് എങ്ങനെ ഫോം ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ആ ഡയഗ്രം എടുക്കുക. ഡയഗ്രത്തിന്റെ ഓരോ പോയിന്റ്സും ഷിഫ്റ്റ് രജിസ്റ്റർ വെച്ചിട്ടുള്ള ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള പാത്തിലുള്ള ഓരോ പോയിന്റും കൺസിഡർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇൻപുട്ട് ഫസ്റ്റ് പാത്ത് ഇത് 1,
സെക്കൻഡ് നമ്മൾ പിന്നെ നോക്കുകയാണ്. സെക്കൻഡ് ഷിഫ്റ്റ് രജിസ്റ്ററിൽ അടുത്ത പോയിന്റ് ഏതാ വരുന്നത്? ഇതാണ്. അടുത്ത നോക്കുമ്പോൾ ഷിഫ്റ്റ് രജിസ്റ്റർ അല്ലെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ അടുത്ത വരുന്ന ഏതാണ്? 3. അടുത്ത ഏതാണ് ഇതിന്റെ ഔട്ട്പുട്ട് അല്ലെ? ആദ്യത്തെ ഇൻപുട്ട് അല്ലെങ്കിൽ രണ്ടാമത്തെ ഇൻപുട്ട് രണ്ടും ഒരേ പോയിന്റ് ആണ്. പിന്നെ രണ്ടാമത്തെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ മൂന്നാമത്തെ ഇൻപുട്ട് ഒരേ പോയിന്റ് ആണ്. ഇനി അടുത്ത മൂന്നാമത്തെ ഔട്ട്പുട്ട് പിന്നെ 4 ഇല്ല, അതുകൊണ്ട് മൂന്നാമത്തെ ഔട്ട്പുട്ട് തന്നെയാണ്. ഇതായിരിക്കും നാലാമത്തെ പോയിന്റ്. നമുക്ക് ആ ഫിഗർ കാണുമ്പോഴേ അറിയാം. 1 2 3 4. ഇതിൽ ഓരോ പോയിന്റും ഔട്ട്പുട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ 1, കണക്ട് ചെയ്തില്ലെങ്കിൽ അവന്റെ വാല്യൂ 0. ഞാൻ ക്വിക്കായിട്ട് പറയേണ്ടത് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് ഫസ്റ്റ് ഔട്ട്പുട്ട് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ G(1) അതിലെ ഫസ്റ്റ് ബിറ്റ് ഏതാണെന്ന് വെച്ചാൽ G(1) എന്ത് കിട്ടുമെന്ന് വെച്ചാൽ ആദ്യത്തെ പോയിന്റിൽ ഔട്ട്പുട്ടിലോട്ട് കണക്ഷൻ ഉണ്ടോ? ഉണ്ട് അല്ലെ? ഇതാ കണക്ഷൻ പോയിരിക്കുന്നു. ഇതല്ലേ ആ കണക്ഷൻ. സോ ദാറ്റ് വാല്യൂ വിൽ ബി 1. അപ്പൊ ആ G(1) വാല്യൂ 1. അടുത്ത എന്താണ്? ഈ G(1) എന്ന് വെച്ചാൽ ഫസ്റ്റ് ഔട്ട്പുട്ട് എന്ന് കാണിക്കുക. ഇനി സെക്കൻഡ് ബിറ്റ് എന്ന് വെച്ചാൽ സെക്കൻഡ് പോയിന്റിൽ നിന്ന് ഫസ്റ്റ് ഔട്ട്പുട്ടിലോട്ട് കണക്ഷൻ ഉണ്ടോ? ഇല്ല. കണക്ഷൻ എവിടെ? സെക്കൻഡിൽ നിന്ന് ഇങ്ങോട്ട് കണക്ഷൻ വല്ലതും പോയിട്ടുണ്ടോ ഈ XOR ഗേറ്റിലോട്ട്? ഇല്ല. സോ ഇറ്റ് വിൽ ബി 0. സിമിലർലി G(3)(1) തേർഡ് പോയിന്റിൽ നിന്ന് കണക്ഷൻ ഉണ്ടോ? ഉണ്ട്. തേർഡ് പോയിന്റിൽ നിന്ന് അതിന്റെ ഔട്ട്പുട്ടിന്റെ ആ XORലോട്ട് കണക്ഷൻ ഉണ്ട്. സോ ഇറ്റ് വിൽ ബി ആൾസോ 1. അങ്ങനെ G(4)(1) ഉണ്ടോ? ഉണ്ട്. G(4)(1) ഇവിടെ നിന്ന് ഈ കണക്ഷൻ ഇങ്ങനെ പോയിരിക്കുന്നു. സോ ഇറ്റ് ഈസ് ആൾസോ 1. ഇനി G(5)(1) ഉണ്ടോ? നമുക്ക് അപ്പോഴും തന്നെ ജനറേറ്റർ സീക്വൻസ് G5 ഉണ്ടോ എന്ന് അറിയാം. ഇല്ല, കാരണം 4 കണക്ഷനേ ഇവിടെ വരുന്നുള്ളൂ. വേറൊരു രീതി നമുക്ക് ചിന്തിച്ചറിയാം. 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടെങ്കിൽ 4 കണക്ഷൻ, 5 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടെങ്കിൽ 6 കണക്ഷൻ, 7 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടെങ്കിൽ 8 കണക്ഷൻ. ആ രീതിയിലാണ്. കാരണം എന്താണ്? ആദ്യത്തെ ഇൻപുട്ടും കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്. അതുകൊണ്ടാണ്. ഇപ്പൊ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ കേസായ ഒരു കണക്ഷൻ എക്സ്ട്രാ വരുന്നുണ്ട് അല്ലെ? കാരണം ഈ ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആലോചിച്ച് ഇപ്പൊ ഔട്ട്പുട്ട് മാത്രം കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ വേണ്ട, കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാക്കണ്ട. 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടെങ്കിൽ 4 കണക്ഷൻ. അത് നമുക്കറിയാം. ആ പോയിന്റ്സ് നോക്കാൻ പറയാം. ഇൻപുട്ട് തൊട്ട് ഔട്ട്പുട്ട് വരെ. അപ്പൊ ആദ്യത്തെ പോയിന്റ് അവസാനത്തെ പോയിന്റ് മാത്രം സെപ്പറേറ്റ് ആണ്. കാരണം ആദ്യത്തെ പോയിന്റ് എന്ന് വെച്ചാൽ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ട്, ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഔട്ട്പുട്ടും സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിന്റെ ഇൻപുട്ടും ഒരേ പോയിന്റ് തന്നെയാണ്. ക്ലിയർ ആയല്ലോ? സിമിലർലി നമുക്ക് ഏതെഴുതാം? G(2)ന്റെ ഓരോ ബിറ്റും കൺസിഡർ ചെയ്യാം. അങ്ങനെയാണ്. കണക്ഷൻ ഉണ്ടോ ഇല്ലയെന്ന് നോക്കി. ഇവിടെ നോക്കുമ്പോൾ 1 ഫസ്റ്റിന് കണക്ഷൻ ഉണ്ട്, രണ്ടാമത്തിന് കണക്ഷൻ ഉണ്ട്, മൂന്നാമത്തിന് കണക്ഷൻ ഉണ്ട്, നാലാമത്തിനുണ്ട്. സോ ഇറ്റ് വിൽ ബി 1 1 1 1 1. നമ്മൾ ഡിസ്കസ് ചെയ്താണ്, അത് ക്വിക്കായിട്ട് പറഞ്ഞത്. അപ്പോൾ ജനറേറ്റർ മെട്രിക്സ് ഇനി എങ്ങനെ ഫോം ചെയ്യാന്നുള്ളതാണ്. ജനറേറ്റർ മെട്രിക്സ് എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് എങ്ങനെ ഫോം ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ജനറേറ്റർ സീക്വൻസ് ആയിരിക്കും ജനറേറ്റർ മെട്രിക്സിന്റെ റോയിൽ വരുന്നത്. ഓക്കെ, അതൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. ജനറലിനേക്കാൾ എളുപ്പം പ്രോബ്ലം നമുക്ക് പഠിക്കാം. ഇറ്റ് വിൽ ബി നോൺ ആസ് എൽ റോസ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ, 1 മിനിറ്റ്. ഓക്കെ, അപ്പൊ അതില് ജനറേറ്റർ മെട്രിക്സിലെ ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ അതാ നോക്കൂ, G(1) ഓഫ് ഫസ്റ്റ് ഔട്ട്പുട്ട് ആൻഡ് G(1) ഓഫ് സെക്കൻഡ് ഔട്ട്പുട്ട്. അപ്പൊ നമ്മൾ നേരത്തെ എഴുതിയത് നമുക്ക് എഴുതാം. ഫസ്റ്റിന്റെ ജനറേറ്റർ സീക്വൻസ് നമ്മൾ ഫോം ചെയ്ത് 1 0 1 1 ആയിരുന്നു. രണ്ടാമത്തെ 1 1 1 1 ആണല്ലോ. ഇത് ജനറേറ്റർ ഓഫ് ഫസ്റ്റും ജനറേറ്റർ സീക്വൻസ് ഓഫ് സെക്കൻഡ് ഔട്ട്പുട്ടുമാണ് എഴുതിയത്. ഇതിൽ ഫസ്റ്റ് ബിറ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഓക്കെ,
അപ്പോൾ ജനറേറ്റർ മാട്രിക്സ് എങ്ങനെ എഴുതുമെന്ന് വെച്ചാൽ ഫസ്റ്റ് ബിറ്റ് ഓഫ് ജനറേറ്റർ സീക്വൻസ് ഓഫ് ഫസ്റ്റ് ഔട്ട്പുട്ട് ഒന്നുകൂടെ പറയാം G1 നമ്മൾ കണ്ടുപിടിച്ചു. ഇതായിരുന്നല്ലോ G1 ആ 1 ആദ്യം എഴുതും. രണ്ടാമത്തെ G1 ഏതാണ്? ഫസ്റ്റ് ബിറ്റ് ഓഫ് സെക്കൻഡ് ഔട്ട്പുട്ട് ഏതാണ്? ഇതാണ്. സോ 1 സിമിലർലി അടുത്ത എന്ത് എഴുതും? സെക്കൻഡ് ബിറ്റ് ഓഫ് ഫസ്റ്റ് ഔട്ട്പുട്ട്. അപ്പം G2 എന്താണ്? അത് 0 എന്ന് എഴുതി. രണ്ടാമത്തെ G2 1 എന്ന് എഴുതി. ആ രീതിയിലായിരിക്കും നമ്മൾ ജനറേറ്റർ മെട്രിക്സ് ഫോം ചെയ്യുന്ന. അപ്പൊ മൊത്തം ജനറേറ്റർ സീക്വൻസ് ആദ്യത്തെ റോ ആയിട്ട് എഴുതി. ബാക്കി എത്ര 0 വേണോന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ബാക്കി നമ്മൾ ആദ്യം അത് എഴുതി. രണ്ടാമത്തെ കേസ് എഴുതുമ്പോൾ ഇവിടെ 2 ഔട്ട്പുട്ട് ഉള്ളതുകൊണ്ട് സെക്കൻഡ് റോ എഴുതുമ്പോൾ ഇവിടെ 2 ഔട്ട്പുട്ട് ആണല്ലോ ഉള്ളത്. അപ്പൊ 2 സീറോസ് ആദ്യം ഇടും. പിന്നെ എന്ത് ചെയ്യും? ബാക്കി ഈ സാധനം ഒരു ഷിഫ്റ്റോടുകൂടി ഇങ്ങോട്ട് ഇടും. പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും കേട്ടോ. ക്ലിയർ ആവുന്നില്ല? മൂന്നാമത്തെ ഇതെന്ന് പറയുമ്പോൾ ഈ രണ്ടാമത്തെ റോയേക്കാൾ വീണ്ടും 2 സീറോസും കൂടെ ഇട്ട് ഇങ്ങോട്ട് പോകും. അപ്പൊ 2 ഷിഫ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. 2 ഔട്ട്പുട്ട് ഉള്ളതുകൊണ്ട് ഓരോ റോസും തമ്മിൽ 2 ഷിഫ്റ്റ് ആണുള്ളത്. 2 ഔട്ട്പുട്ട് ഉള്ളത് കൊണ്ട് ഓരോ റോസും തമ്മിൽ 2 ഷിഫ്റ്റ് ആണുള്ളത്. നമ്മൾ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് വരണം. ഈ ജനറൽ കേസ് പറയുമ്പോൾ ക്ലിയർ ആവുന്നതിനേക്കാൾ ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ക്ലിയർ ആവും. നമ്മൾ ജനറൽ പറഞ്ഞിട്ട് എക്സാമ്പിൾ പറയാം. ഓക്കെ, അപ്പോ അങ്ങനെ നമുക്കറിയാം ഇത് എത്ര റോ ആണുള്ളത്? L റോസ്. അതിൽ സംശയമില്ല, L റോസ് ആണ് ഇതിനുള്ളത്. ഓക്കെ, എന്നിട്ട് നമ്മളിങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് അവസാനം കുറെ ഷിഫ്റ്റ് ചെയ്ത് എത്തുമ്പോൾ ഈ GM+1 GM+1 the whole raised to 1 GM+2 the whole raised to 1 ഒക്കെ ഉണ്ടല്ലോ. അവസാനം ഞാൻ പറഞ്ഞുതരാം. ഇത് ഷിഫ്റ്റ് ചെയ്ത് അവസാനം ഈ Lth റോ ആവുമ്പോൾ Lth റോ ഉണ്ടല്ലോ, L റോസ് അല്ലേ ഉള്ള. ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ, അങ്ങനെ ആയി. Lth റോ ആവുമ്പോൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കിട്ടുന്ന ഈ ലാസ്റ്റ് ഉണ്ടല്ലോ GM+1 the whole raised to 1 GM+1 the whole raised to 2 അത് കിട്ടും. Lth റോയില് GM+1 the whole raised to 1 GM+1 the whole raised to 2 കിട്ടുമല്ലോ. That will be the last column. അതായിരിക്കും ലാസ്റ്റ് കോളം. അപ്പൊ നമ്മൾ ഇതുവരെ എഴുതി, അടുത്ത ഇതുവരെ എഴുതി, അടുത്ത ഇതുവരെ എഴുതി, അങ്ങനെ എഴുതി അവസാനം Lth റോയില് നമ്മൾ GM+1 GM+2 വരെ എഴുതുമല്ലോ. അപ്പൊ ഇതായിരിക്കും ലാസ്റ്റ് കോളം എന്ന് പറയുന്നത്. ബാക്കി സ്ഥലത്ത് ഇവിടം വരെ ഉള്ള കോളത്തില് 0 ഇട്ട് കൊടുക്കുക. 0 എന്നുള്ള രീതിയിൽ ഇടുക. അപ്പൊ അതൊരു പ്രോബ്ലം പറയുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇപ്പൊ ഓരോ ടേംസ് വരുന്നതുകൊണ്ടാണ് കൺഫ്യൂഷൻ വന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഒന്നും കൂടെ ആലോചിക്കുക. ജനറേറ്റർ മെട്രിക്സ് ആദ്യം എഴുതുക, ജനറേറ്റർ സീക്വൻസ് വെച്ച് എഴുതുക. ആദ്യത്തെ ബിറ്റ്, രണ്ടാമത്തെ ബിറ്റ്, രണ്ടാമത്തെ ബിറ്റ്, രണ്ടാമത്തെ ബിറ്റ്, ആദ്യത്തെ മൂന്നാമത്തെ ബിറ്റ്, രണ്ടാമത്തെ ഔട്ട്പുട്ടിന്റെ മൂന്നാമത്തെ ബിറ്റ്, അങ്ങനെ എഴുതി നമുക്കറിയാം ജനറേറ്റർ സീക്വൻസ് 3 ഷിഫ്റ്റ് രജിസ്റ്റർ ഉണ്ടെങ്കിൽ 4 ജനറേറ്റർ സീക്വൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇവിടെ M+1 വന്നത്. അപ്പോൾ 4ാമത്തെ ബിറ്റ് ഓഫ് ഫസ്റ്റ് ഔട്ട്പുട്ടും 4ാമത്തെ ബിറ്റ് ഓഫ് സെക്കൻഡ് ഔട്ട്പുട്ടും വെച്ച് നമ്മൾ നിർത്തുക. ഇവിടെ കൊണ്ട് സ്റ്റെപ്പ് നിർത്തി. ഇനി അടുത്ത എന്താണ്? ഇവിടെ എത്ര ഔട്ട്പുട്ടാ ഉള്ളത്? 2. അതുകൊണ്ട് 2 ഷിഫ്റ്റ് ചെയ്യുക. 2 ഷിഫ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു ഷിഫ്റ്റ്, 2 ഷിഫ്റ്റിന് ശേഷം ഇത് എഴുതുക. അതായത് വേറെ രീതി പറഞ്ഞാൽ 2 സീറോസ് ആഡ് ചെയ്തിട്ട് സെക്കൻഡ് റോ എഴുതുക. ഇനി തേർഡ് റോ എങ്ങനെ എഴുതുമെന്ന് വെച്ചാൽ സെക്കൻഡ് റോയ 2 ഷിഫ്റ്റ് ചെയ്തിട്ടാണ് തേർഡ് റോ എഴുതുന്നത്. അതായത് സെക്കൻഡ് റോ കഴിഞ്ഞ് 2 ഷിഫ്റ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? തേർഡ് റോ എഴുതുന്നത്. അതായത് ഈ 2 കോളം ഒഴിഞ്ഞു കിടക്കും, അവിടെ നമ്മൾ 0 കൊടുക്കും. ആ ഷിഫ്റ്റ് ചെയ്ത് ഒന്നും ഇല്ലാത്തടത്തെല്ലാം നമ്മൾ 0 കൊടുത്താണ് പോകുന്നത്. ഇങ്ങനെ എഴുതി അവസാനം Lth റോ ആവുമ്പോൾ അവസാനം Lth റോ ആവുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ഈ GM+1 the whole raised to m ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് വരികയാണ്. ആദ്യം ഈ പൊസിഷനിലായിരുന്നു. ആദ്യം നമുക്ക് M+1 പൊസിഷനിലായിരുന്നു. രണ്ടാമത് M+1 പിന്നെ ഈ 2 സീറോയുടെ കൂടെ ചേർത്ത് M+3 എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. M+3 പൊസിഷനിലായിരുന്നു. അടുത്ത M+5 എന്ന് ആലോചിക്കാം. അങ്ങനെ പോയി അവസാനം ഏതോ ഒരു പൊസിഷൻ Lth റോ ആയപ്പോൾ ഇവിടെ ഏതോ ഒരു പൊസിഷനിൽ എത്തും. ആ പൊസിഷൻ വരുന്നവിടെയാണ് നമ്മളെ കോളം അവസാനിക്കുന്നത്. ഇത് എളുപ്പത്തിൽ പറഞ്ഞിരുന്നതാണ്. അവിടെയാണ് നമ്മളെ കോളം അവസാനിക്കുന്നതെന്നും ആ കോളം ആവാൻ ബാക്കി ഇവിടം വരെ നിന്നുപോയി, ബാക്കി ഒന്നും ഇല്ല. അവിടെ നമ്മൾ ബാക്കി സീറോസ് ഇട്ട് ഫില്ല് ചെയ്യുക. ഇവിടെ ആകുമ്പോ ആദ്യത്തേനെ നമുക്കൊരു 10 സീറോ ആണെങ്കിൽ രണ്ടാമത്തേന് 8 സീറോ മതി, മൂന്നാമത്തേന്
6 0 മതി അല്ലെ, നാലാമത്തേന് 4 0 മതി, അങ്ങനെ അങ്ങനെ അവസാനത്തേന് 0 ഒന്നും വേണ്ട, കാരണം ഇറ്റ് വിൽ ബി ദി ലാസ്റ്റ് കോളം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. പിന്നെ അതാണ് എളുപ്പ വഴി. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് പറയാം എൽ റോയും ഉണ്ട്, കോളത്തിന്റെ എണ്ണം n × l+m ആണ്. അത് പഠിച്ചു വെച്ചാൽ അത്രയും നല്ലത്. എക്സാമിന് ഈ ഇക്വേഷൻ വല്ലതും മറന്നു പോയാൽ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ ടെക്നിക്ക് ഉപയോഗിക്കേണ്ടത്. എൽ റോയും n × l+m കോളവും ആണ് ഉള്ളത്. ഇവിടെ എൽ റോ എങ്ങനെ വരും എന്നുള്ളത് ഞാൻ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞുതരാം. എൽ റോ എന്നുള്ളതും ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല, എങ്ങനെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ കണ്ട എൻകോഡർ തന്നെ എടുത്തു, അത് വെച്ചിട്ടൊരു എക്സാമ്പിൾ ചെയ്യും, അതാകുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ ഈ കണ്ടിട്ടുള്ള എൻകോഡർ ആണ്. ഈ കണ്ടിട്ടുള്ള എൻകോഡറിൽ നിന്ന് നമ്മൾ നേരത്തെ ഫോം ചെയ്തു. ഫസ്റ്റ് ജനറേറ്റർ സീക്വൻസ് എന്തായിരുന്നു? 1 0 1 0 1 1 ഉം രണ്ടാമത്തത് 1 1 1 1 ആണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി ഫോം ചെയ്തിട്ടുണ്ട്. ആദ്യത്തത് 1 0 1 1 ഉം രണ്ടാമത്തത് 1 1 1 1 ആണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. എങ്ങനെയാണ് മെട്രിക്സ് ഫോമിൽ എഴുതുന്നത്? എക്സാമ്പിൾ എഴുതുമ്പോൾ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഫോമിൽ ജനറേറ്റർ മെട്രിക്സ് ഞാൻ എങ്ങനെ ഫോം ചെയ്യും നോക്കാം. ജനറേറ്റർ മെട്രിക്സ് എങ്ങനെയാ ഫോം ചെയ്യുന്ന? ഇതിൽ ആദ്യത്തെ ഓക്കെ, ഞാൻ വേണം ഇവിടെ ജസ്റ്റ് ജനറേറ്റർ മെട്രിക്സ് ഫോം ചെയ്യാം. ആദ്യത്തെ 1, അടുത്തത്, അപ്പൊ ആദ്യത്തെ ഫസ്റ്റ് എലമെന്റ് ഇത്, രണ്ടാമത്തെ ഔട്ട്പുട്ടിന്റെ 1 എഴുതി, ഒരു ഗ്യാപ്പ് ഇടുക, നമുക്ക് തെറ്റാതിരിക്കാനാണ് ഇവിടെ ഒരു ഗ്യാപ്പ് ഇടുന്നത്. അടുത്ത എന്താണ്? ആദ്യത്തെ ഔട്ട്പുട്ടിന്റെ സെക്കൻഡ് ബിറ്റ്, രണ്ടാമത്തെ ഔട്ട്പുട്ടിന്റെ സെക്കൻഡ് ബിറ്റ്, അടുത്ത വീണ്ടും ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ആദ്യത്തെ ഔട്ട്പുട്ടിന്റെ തേർഡ് ബിറ്റ്, രണ്ടാമത്തെ ഔട്ട്പുട്ടിന്റെ തേർഡ് ബിറ്റ്, തേർഡ്, അടുത്ത ആദ്യത്തിന്റെ ഫോർത്ത്, രണ്ടാമത്തെ ഫോർത്ത്. അപ്പൊ ആദ്യത്തിന്റെ ഫോർത്ത്, രണ്ടാമത്തെ ഫോർത്ത്. നമുക്ക് ഇത്രയും എഴുതി. ജനറേറ്റർ മെട്രിക്സ് എഴുതുന്ന ടെക്നിക്കാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. അത്രയും എഴുതി. ഓക്കെ, ഇനി ഇവിടെ എത്ര ഔട്ട്പുട്ട് ആണുള്ളത്? 2 ഔട്ട്പുട്ട്. അതുകൊണ്ടാണല്ലോ G⁻1 G⁻2 ഉള്ളത്. അപ്പോ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ 2 ഷിഫ്റ്റ് കഴിഞ്ഞ് സെക്കൻഡ് റോ എഴുതുക. വേറൊരു രീതി പറഞ്ഞാൽ 2 0 കഴിഞ്ഞ് അല്ലെ, 2 0 കഴിഞ്ഞ്, 2 ഷിഫ്റ്റ് കഴിഞ്ഞെന്ന് വെച്ചാൽ ആദ്യത്തെ 2 ഇല്ല, 2 0 കഴിഞ്ഞ് പിന്നെ സെയിം സാധനം എഴുതുക. അപ്പൊ ഇതെങ്ങനെ കിട്ടും? 1 1 0 1 1 1 1 1. ക്ലിയർ ആയാലോ? ഇവിടെ ജനറേറ്റർ മെട്രിക്സിന്റെ റോയുടെ എണ്ണം എത്രയായിരുന്നു? റോയുടെ എണ്ണം, ജനറേറ്റർ മെട്രിക്സിന്റെ റോയുടെ എണ്ണം L ആണ്. ഇൻപുട്ടിന്റെ ഇൻപുട്ട് മെസ്സേജിന്റെ അതേ ലെങ്ത് ആണ്. അത് എങ്ങനെ ഓർത്ത് വെക്കുക എന്നുള്ളത് ജസ്റ്റ് നോക്കുക. C = D × G ആണല്ലോ. C = D × G. D എന്ന് പറഞ്ഞാൽ നമ്മളെ മെസ്സേജ് ബിറ്റ് ആണ്. D എന്ന് പറഞ്ഞാൽ നമ്മളെ മെസ്സേജ് ബിറ്റ്. ഇപ്പൊ മെസ്സേജ് ബിറ്റിന്റെ ലെങ്ത് നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു, D1 D2 എക്സെട്ര അപ് ടു. ഇവിടെ മെസ്സേജ് ബിറ്റിന്റെ ലെങ്ത് എത്രയാണ്? L ആണ്. മെസ്സേജ് ബിറ്റിന്റെ ലെങ്ത് എത്രയാണ്? L ആണ്. D L ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല, അല്ലാതെ ഓർക്കാം. മെസ്സേജ് ബിറ്റിന്റെ എണ്ണം എത്രയാണ്? L ആണ്. മെസ്സേജ് ബിറ്റ് L-ന് മെസ്സേജ് ബിറ്റ് 1 2 3 എക്സെട്ര അപ് ടു L ഉണ്ട്. ഈ സാധനത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു മെട്രിക്സ് വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇതൊരു 1/L മെട്രിക്സ് ആണ്. ഈ 1/L-നെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന മെട്രിക്സിന്റെ റോയുടെ എണ്ണം എന്തായിരിക്കണം? റോയുടെ എണ്ണം എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി L. എങ്കിലല്ലേ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവും. ആണല്ലോ. D1 D2 എക്സെട്ര അപ് ടു DL ഇൻറ്റു ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന റോയുടെ എണ്ണം എന്തായിരിക്കണം? ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു മെട്രിക്സ് ഉണ്ട്, ജനറേറ്റർ മെട്രിക്സ്. ആ ജനറേറ്റർ മെട്രിക്സിന്റെ റോയുടെ എണ്ണം എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി L ആയിരിക്കണം. കാരണം എന്താണ്? ഫസ്റ്റ് എലമെന്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ ഫസ്റ്റ് എലമെന്റ്, സെക്കൻഡ് ബൈ സെക്കൻഡ്, തേർഡ് ബൈ തേർഡ് എക്സെട്ര അപ് ടു ലാസ്റ്റ് എലമെന്റ്. അതാണ് Lth എലമെന്റ് അല്ലെ. Lth എലമെന്റ് ആണ് ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ബൈ DL. നമുക്കറിയാം രണ്ടെണ്ണം തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവണമെങ്കിൽ എന്തായിരിക്കണം? ഒരെണ്ണത്തിന്റെ കോളം ഷുഡ് ബി സെയിം ആസ് അതർ, മറ്റേതിന്റെ റോ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 1/L ആണ് D മെട്രിക്സ് എന്ന് പറയുന്നത്. സോ ജനറേറ്റർ മെട്രിക്സ് ഉറപ്പായിട്ടും L/something ആയിരിക്കണം. L/something ആയിരിക്കണം. ആ ഒരു ഐഡിയയിൽ നിന്ന് തന്നെ നമുക്ക് ബൈഹാർട്ട് ചെയ്യാതെ നമുക്ക് ധൈര്യമായിട്ട് എഴുതാം.
ദി ജനറേറ്റഡ് മെട്രിക്സിന്റെ റോ എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു ദി ലെങ്ത് ഓഫ് ഇൻപുട്ട് മെസ്സേജ് അല്ലെങ്കിൽ എൽ ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു ദി ലെങ്ത് ഓഫ് മെസ്സേജ് ബിറ്റ് അല്ലെങ്കിൽ എൽ. കാരണം ഇവിടെ ലെങ്ത് ഓഫ് മെസ്സേജ് ബിറ്റ് എന്താണ്? എൽ ആണ്. ക്ലിയർ ആയല്ലോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം ഓർക്കുന്നതൊക്കെ എല്ലാം ഓർത്ത് വെക്കണമെന്നില്ല. ജനറേറ്റർ മെട്രിക്സ് ഇസ് ഹാവിംഗ് ദി റോ എൽ, ജനറേറ്റർ മെട്രിക്സ് ഷുഡ് ബി ഹാവിംഗ് ദി കോളം n into l plus m എന്നൊക്കെ പഠിച്ചു വരുമ്പോൾ ചിലപ്പോൾ എക്സാമിന് അത് ഓർത്ത് വെച്ചാൽ നല്ലതാണ്. പക്ഷേ വിട്ടുപോയാൽ പോലും നമ്മൾ ആ ഒരു ലോജിക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. ആ ലോജിക്കാണ് ഞാൻ പറഞ്ഞത് C is equal to D into G. D കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ജിക്ക് പറ്റണമെങ്കിൽ ഡിയുടെ കോളത്തിന്റെ എണ്ണവും ജിയുടെ റോയുടെ എണ്ണവും ഈക്വൽ ആയിരിക്കണം. ഡിയുടെ കോളത്തിൽ നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻ മെസ്സേജിന് ഇവിടെ ജനറൽ കേസിൽ എല്ലാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രോബ്ലം തരുമ്പോൾ അതിൽ നിന്ന് എളുപ്പമാണ്, കാരണം ആ മെസ്സേജ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് 3, 4, 5 അപ്പൊ ഉറപ്പിക്കാം എന്താണ് ഇത്? എന്താണ് നമ്പർ ഓഫ് കോളംസ് ഇൻ മെസ്സേജ് എന്ന് വെച്ചാൽ എത്രയാണ്? 5 ആണ്. അപ്പൊ നമ്പർ ഓഫ് റോസ് ഇൻ ജനറേറ്റർ മെട്രിക്സ് എത്രയാണ്? 5. ഇവിടെ 5 ആയിരിക്കും ജനറേറ്റർ മെട്രിക്സിന്റെ റോയുടെ എണ്ണം. 1, 2, 3, 4, 5. അപ്പോഴേ നമുക്ക് ഉറപ്പിക്കാം. ഇനി കോളം എത്രയെന്ന് വെച്ചാൽ n into l plus m ആണ്. അത് നിങ്ങൾക്ക് അഥവാ മറന്നുപോയാൽ പോലും n into l plus 1 മറന്നുപോയാൽ പോലും ഈ പറയുന്ന ഒരു രീതിയിൽ എഴുതി പോയാൽ നിങ്ങൾക്ക് കിട്ടും. അത് ഞാൻ പറയാം. ഇപ്പൊ നമ്മള് ഇതുവരെ എഴുതി 1, 1, 0, 1. അപ്പൊ ഇതാ ഈ ഒരു പോയിന്റ് വരെ എഴുതി. ഇനി അടുത്ത എന്താണ്? തേർഡ് റോ എങ്ങനെ എഴുതും? തേർഡ് റോയ സെക്കൻഡ് റോയ വീണ്ടും ഒരു 2 ഷിഫ്റ്റും കൂടെ ഷിഫ്റ്റ് ചെയ്യുക. അപ്പൊ സെക്കൻഡ് റോയിൽ ഇത് 2 ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ 2 0, 0 വരും. പിന്നെ ഒഴിഞ്ഞു കിടക്കാവില്ല. അതുകൊണ്ട് അതും നമ്മുടെ 0, 0 തന്നെ കൊടുക്കണം. പിന്നെ വീണ്ടും ഷിഫ്റ്റ് എഴുതുക. എന്താണ്? 1, 1, അടുത്തത് 0, 1, അടുത്ത 1, 1, അടുത്തത് 1, 1 ആണല്ലോ. 3 ഇനി അടുത്ത എന്താണ്? അടുത്ത റോ എന്ന് വെച്ചാൽ വീണ്ടും ഷിഫ്റ്റ് ചെയ്യുക. ഇവിടെയും കൂടെ ഇത് ആദ്യത്തെ 2 ഔട്ട്പുട്ട് ആയതുകൊണ്ടാണ് 2 ഷിഫ്റ്റ്. 2 0, ബാക്കി എന്താണ്? 1, 1 തെറ്റിപ്പോയി പറഞ്ഞേ. 1, 1, 0, 1, വീണ്ടും 1, 1 ആണല്ലോ. ഈ ഫ്രണ്ട് ഒഴിച്ച് കിടക്കാക്കത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? 0 ഇടണം. 0, 0. നിങ്ങൾ എക്സാമിന് കറക്റ്റ് ഷേപ്പിൽ എഴുതണം, ഇല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ വരും. 0, 0. ഞാൻ എഴുതിയപ്പോ ചെറിഞ്ഞൊക്കെ പോയി. ഓക്കെ. ഇനി അടുത്ത എന്താണ്? അടുത്ത റോ എന്ന് വെച്ചാൽ വീണ്ടും ഈ തേർഡ് റോയ വീണ്ടും ഷിഫ്റ്റ് ചെയ്യുക. അപ്പം ഷിഫ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഒരു 2 പൊസിഷൻ കൂടെ ഷിഫ്റ്റ് ചെയ്യുക. 2 പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ആദ്യത്തെ 2 പൊസിഷൻ മാറ്റി എഴുതുക. അപ്പൊ 1, 1 ഇവിടെ ആയി. ഇവിടെ 0, 1 ആയി. ഇവിടെ 1, 1 ആയി. ഇവിടെയും 1, 1 ആയി. എത്ര റോ ആയി? 5 റോ ആയല്ലോ. 1, 2, 3, 4, 5. അപ്പൊ 5ാമത്തെ റോ നമുക്ക് ഒഴിച്ചിടാകത്തില്ല. അതുകൊണ്ട് ആദ്യത്തത് ഒന്നുമില്ലെന്ന് വെച്ചാൽ ഇത് 0, 0, 0, 0, 0, അടുത്തത് 0, 0. ശരി. ഇനി ഞാൻ പറഞ്ഞു ഇത് എഴുതി 5 റോ എഴുതി കഴിഞ്ഞപ്പോൾ നമ്മള് അല്ലെ ഈ കിട്ടിയ സാധനം ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ എത്തി. അതാണ് നമ്മളെ ലാസ്റ്റ് റോ. നമ്മൾ ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുന്നതാണ് നല്ലത്, മറന്നുപോയാനുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതാണ് ലാസ്റ്റ് കോളം എന്ന് മനസ്സിലായി. ഇതാണ് ലാസ്റ്റ് കോളം. ഇനി ബാക്കിയുള്ള 0 വെച്ച് ഫില്ല് ചെയ്യാൻ പറ്റില്ല, ബുദ്ധിമുട്ടുണ്ടോ? ഇവിടെ 2 എണ്ണത്തിന്റെ കുറവുണ്ടല്ലേ. അപ്പൊ ആ 2 എണ്ണം എന്ത് ചെയ്യുക? 0 വെക്കുക. ഇവിടെ 4 എണ്ണത്തിന്റെ കുറവാണുള്ളത്. അപ്പൊ അത് കറക്റ്റ് ഷേപ്പിൽ എഴുതി നമുക്ക് ഫില്ല് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? 0, 0, 0, 0. അടുത്ത ഇവിടെ ഇത്രയും കുറവുണ്ട്. അപ്പൊ 0, 0, 6 എണ്ണത്തില്ല. 0, 0, 0, 0. അടുത്തതിന് 8 എണ്ണത്തില്ല. 0, 0, 0, 0, 0, 0, 0, 0. മനസ്സിലായോ? ഈ ഒരു രീതിയിൽ ഫില്ല് ചെയ്താൽ മതി. ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ട. നമ്പർ ഓഫ് കോളം ഷുഡ് ബി ഈക്വൽ ടു n into l plus m. n into l plus m തന്നെ വന്നിരിക്കും. അത് നിങ്ങൾ ഇക്വേഷൻ വെച്ച് വേണമെങ്കിൽ ഇക്വേഷൻ അറിയാമെങ്കിൽ അത് വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഒരു രീതിയിൽ ടെക്നിക്കൽ എഴുതിയാൽ അഥവാ നിങ്ങൾ കോളത്തിന്റെ എണ്ണം എത്ര എന്നുള്ളത് പഠിച്ചില്ലെങ്കിൽ പോലും നമുക്ക് കോളം എഴുതാം. കാര്യം കറക്റ്റ് കിട്ടിയോ നോക്കിയേ. n into l plus m. n എന്ന് വെച്ചാൽ എന്താണ്? n എന്ന് വെച്ചാൽ എന്താണ്? n is the number of output. നമ്പർ ഓഫ് ഔട്ട്പുട്ട്. ഇവിടെ 2 ഔട്ട്പുട്ട് ആണ്. അപ്പൊ 2. L എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇൻപുട്ട് സീക്വൻസ് 5. M എന്ന് വെച്ചാൽ എന്താണ്?
നമ്പർ ഓഫ് ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്. ഇവിടെ 3 ഷിഫ്റ്റ് രജിസ്റ്റർ ആണ്. ആ ഫിഗർ ആലോചിക്കുക, 3 ഷിഫ്റ്റ് രജിസ്റ്റർ ആണ്. 1 2 3 ഷിഫ്റ്റ് രജിസ്റ്റർ. സോ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കോളത്തിന്റെ എണ്ണം 16 എന്ന് കിട്ടും. കോളത്തിന്റെ എണ്ണം എത്രയെന്ന് കിട്ടും? 16 എന്ന് കിട്ടും. ആ 16 തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. നമ്മൾ ആ ഒരു ഫ്ലോയിൽ ചെയ്ത് വന്നപ്പോൾ കിട്ടിയത് 16 ആണ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. സോ ദാറ്റ്സ് ദി ആൻസർ. അപ്പൊ അങ്ങനെ നമ്മൾ ജനറേറ്റർ മെട്രിക്സ് ഫോം ചെയ്യാൻ സാധിച്ചു. ജനറേറ്റർ മെട്രിക്സ് ഫോം ചെയ്താൽ ഇനി ഒരു ബുദ്ധിമുട്ടുമില്ല. സി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഡി ഇൻറ്റു ജി. ജി ഇതാ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ജി കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി ഡി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡി ഒന്നിന് ഇപ്പോ നമുക്ക് ഇതിൽ നിന്ന് എല്ലാ എൻകോഡിങ്ങും കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ജനറൽ ഡി വെച്ചിട്ട് പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്താൽ മതി. പണ്ട് ചെയ്തിട്ടുള്ള പോലെ. ഫോർ എക്സാമ്പിൾ സി ഈസ് ഈക്വൽ ടു ഡി ഇൻറ്റു ജി. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പൊ ജനറൽ കേസ് വെച്ചിട്ട് പറയാം. ഇപ്പോ ജനറൽ കേസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ സി ഈസ് ഈക്വൽ ടു ഡി ഇൻറ്റു ജി. അപ്പൊ ഇവിടെ D1 D2 D3 D4 D5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഫസ്റ്റ് റോ എന്ത് കിട്ടും? ഫസ്റ്റ് റോ ഞാൻ ജനറൽ കേസ് വെച്ച് പറയണേ. ജനറൽ കേസ് വെച്ച് പറയുമ്പോൾ ഫസ്റ്റ് റോ എന്ത് കിട്ടും? D1. ഫസ്റ്റ് റോ എന്ത് കിട്ടും? D1 അല്ലെ? D1 × 1 ബാക്കിയില്ല 0. രണ്ടാമത്തെ റോ എന്ത് കിട്ടും? രണ്ടാമത്തെ റോ അതും D1 തന്നെ. മൂന്നാമത്തെ റോ എന്ത് കിട്ടും? D1 × 0 വേണ്ട, D2 × 1. അപ്പൊ മൂന്നാമത്തെ റോയില് D2 എന്ന് കിട്ടും. നാലാമത്തെ റോയിൽ എന്ത് കിട്ടും? D1 × 1 അല്ലെ? അറിയില്ല മൾട്ടിപ്ലിക്കേഷൻ ഫസ്റ്റ് റോ ഇൻറ്റു ഓരോ കോളോ. അപ്പൊ ഇത് ഫസ്റ്റ് റോ ഇൻറ്റു ഫോർത്ത് കോളോണ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. D1 × 1 XOR D2 × 1. അപ്പൊ D1 D2. D1 മൂന്നാമത്തത് എന്ന് വെച്ചാൽ D1 XOR D2. D1 മൂന്നല്ല നാലാമത്തെ XOR D2. വേണമെങ്കിൽ തിരിച്ചറിയാൻ വേണ്ടി ഒരു കോമ വല്ലതും ഇട്ട് പോയാലും മതി. ഇവിടെ ഫസ്റ്റ് ഇത്, സെക്കൻഡ് ഇത്, മൂന്നാമത്തെ ഇത്, നാലാമത്തെ ഇത്. കാര്യം മൾട്ടിപ്ലിക്കേഷൻ ആണോ എന്നൊന്നും ഡൗട്ട് വരുന്നത്. കാര്യം ഇവിടെ D2 × D1 ആണോ എന്നൊക്കെ ഒന്ന് തോന്നരുത്. അതുകൊണ്ടാണ് കോമ ഇടാൻ പറഞ്ഞ. D1 XOR ആണ് D2. അടുത്ത എന്താണ്? അടുത്ത സിമിലർലി ഇനി എല്ലാം ചെയ്യണ്ടല്ലോ. സിമിലർലി എന്ത് കിട്ടും? ആദ്യത്തെ D1 XOR D3. D1 XOR D3. ആ രീതിയിൽ നമുക്ക് ജനറൽ ഇക്വേഷൻ ഫോം ചെയ്ത് വെച്ചാൽ മതി. ക്വസ്റ്റ്യനിൽ എല്ലാത്തിന്റെ എൻകോഡർ ഫോം ചെയ്യണമെങ്കിൽ ഈ ജനറൽ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ആ ഓരോന്നിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് എല്ലാത്തിന്റെയും ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ 5 ബിറ്റാണ്ട് 0 0 0 0 0 തൊട്ട് 1 1 1 1 1. പക്ഷെ ഇത്ര 5 ബിറ്റിന്റെ ഒന്നും മിക്കവാറും എക്സാമിന് എല്ലാം കണ്ടുപിടിക്കാൻ ചോദിക്കത്തില്ല. അവർ ചിലപ്പോൾ ഏതെങ്കിലും ഒരു മെസ്സേജ് തന്നിട്ട് അത് ചോദിക്കുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നിരിക്കുന്നത് 10111 ആണ്. അത് വെച്ച് ഫോം ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് ആദ്യത്തെ ബിറ്റ് D1 എന്നറിയാം. D1 ന്റെ വാല്യൂ എന്താണ്? 1. രണ്ടാമത്തെ ബിറ്റ് ഏതാണ്? രണ്ടാമത്തെ ബിറ്റ് D1. അപ്പോൾ 11. ഓക്കെ, ഇവിടെ 2 ഇൻപുട്ട് ഉള്ളതുകൊണ്ട് രണ്ടെണ്ണം ഗ്രൂപ്പ് ചെയ്ത് കോമയായിട്ട് എഴുതി. സാധാരണ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ കോമയൊന്നും ഇല്ല, നേരെ ട്രാൻസ്മിറ്റ് ചെയ്യണം. തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ രണ്ടെണ്ണം ഒരുമിച്ച് വന്നു കഴിഞ്ഞു അടുത്ത കോമ. ഇനി അടുത്തതാണ് രണ്ടെണ്ണം കഴിഞ്ഞു. മൂന്നാമത്തെ D2 ആണ്. D2 ന്റെ വാല്യൂ എന്താണ്? 0. നാലാമത്തെ വാല്യൂ D1 XOR D2. D1 D2 1 XOR D2 എന്താണ്? 1 XOR D2 1. മനസ്സിലായോ? ആ രീതിയിൽ. അടുത്തത് എന്താണ്? D1 XOR D3. D1 D3. D1 എന്ന് വെച്ചാൽ 1 XOR D3 1 1 XOR 1 0. അപ്പൊ ആ രീതിയിൽ ഇതാ നോക്കിയേ, 1 1 0 1 0 0. ആ രീതിയിൽ ബാക്കി കണ്ടുപിടിച്ച സെയിം രീതിയിൽ തന്നെ പോകും. നമുക്ക് നേരത്തെ കിട്ടിയ ഏത് മെത്തേഡ് ഉപയോഗിച്ചാണ്? കൺവല്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിച്ച അതേ റിസൾട്ട് തന്നെ ഇവിടെ കിട്ടും. കൺവല്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിച്ച സെയിം റിസൾട്ട് തന്നെ ഇവിടെ കിട്ടും. അപ്പൊ മെട്രിക്സ് മെത്തേഡ് ഓർക്കേണ്ട ഒറ്റ കാര്യം, L റോസും കോളത്തിന്റെ എണ്ണം N × L+M കോളോ ആണുള്ളത്. അത് മറന്നുപോയാൽ പോലും ഓർക്കാവുന്ന ടെക്നിക്കാണ് ഞാൻ പറഞ്ഞു തന്നു. C = D × G ആണ്. മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണെങ്കിൽ ദി ലെങ്ത് ഓഫ് ദി മെസ്സേജ് D1 D2 എക്സെട്രാ ടു DL ആണ്. ഇവിടെ ലെങ്ത് ഓഫ് മെസ്സേജ് L ആണ്. DL അതായത് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഡിയുടെ ലെങ്തും മൾട്ടിപ്ലൈ ചെയ്യുന്ന ജനറേറ്റർ മെട്രിക്സിന്റെ
റോയുടെ എണ്ണോ സെയിം ആയിരിക്കണം. എങ്കിലല്ലേ മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആവും. 1/L മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ മറ്റേ റോ ഷുഡ് ബി L ഇൻറ്റു സംതിങ്. L ഇൻറ്റു അതെന്ത് വേണമെങ്കിലാവാം, L ഇൻറ്റു സംതിങ് ആയിരിക്കണം. അപ്പൊ L റോസ് ആണെന്ന് അവിടെ നിന്ന് മനസ്സിലായി. പിന്നെ ഇതെന്ത് ചെയ്യണം, രണ്ട് ഔട്ട്പുട്ട് ആയതുകൊണ്ട് ഇവിടെ 2 ഷിഫ്റ്റ്. 3 ഔട്ട്പുട്ട് ആണെങ്കിൽ ഇവിടെ 1 1 0 ഉണ്ടെന്ന് എഴുതുമ്പോൾ 0 0 0 3 0 ഇട്ടിട്ട് വേണം ഷിഫ്റ്റ് ചെയ്ത് എഴുതാൻ. ഔട്ട്പുട്ടിന്റെ എണ്ണം അനുസരിച്ചാണ് ഷിഫ്റ്റിന്റെ എണ്ണം കൂടുന്നത്. ഔട്ട്പുട്ടിന്റെ എണ്ണം അനുസരിച്ചാണ് ഷിഫ്റ്റിന്റെ എണ്ണം കൂടുന്നത്. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? അപ്പൊ അത്രയും ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോ ടൈം ഡൊമൈൻ അപ്രോച്ചിന്റെ സെക്കൻഡ് മെത്തേഡായ മെട്രിക്സ് മെത്തേഡാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത്.